വാർത്തയിലേക്ക് വരുമ്പോൾ കൊല്ലങ്കോട് പയ്യന്നൂർ പ്രദേശത്ത് കുളവും നെൽവയലും നികത്തുന്നതായി പരാതി. പയ്യന്നൂർ കാവക്കോട് പ്രദേശത്താണ് രണ്ട് വ്യക്തികൾ കുളവും വയലുകളും നികത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അഴുക്കുചാൽ ഉൾപ്പെടെ നികത്തിയതിനാൽ വെള്ളക്കെട്ടുണ്ടാവുന്നു. ഇത് സമീപത്തെ വീടുകളെയും കെട്ടിടങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നടപടിയെടുക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികാരികളും നടപടിയെടുക്കാതെ നികത്തലിന് മൗനാനുവാദം നൽകുന്നതായി പരിസരവാസികൾ പറഞ്ഞു. കുളം പോലെ തന്നെയുള്ള ഒരു കണ്ടമുണ്ട്. ഭൂമാഫിയ അത് മുഴുവൻ നികത്തി കാരണം ചുറ്റുപാടുള്ള വീട്ടുകാർക്ക് ഇരിക്കാനോ യാത്ര ചെയ്യാനോ പോകാനോ ഏത് സമയത്ത് ബിൽഡിങ്ങൊക്കെ വീട് നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ തഹസിൽദാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശരിയായ രീതിയിൽ വന്നുള്ളത് പരിശോധിക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാലാകാലങ്ങളായിട്ടുള്ള ഒരു കുളമാണ്. അപ്പോൾ അത് നികത്തി ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ കുളം നികത്തി അത് ബിസിനസ് ചെയ്യാനുള്ള ഇതിലാണ്. അപ്പോൾ ഈ വെള്ളം പോകാനുള്ള കോഡ് കനാൽ അടച്ച് വെച്ചിട്ടാണ് അവർ ഈ പണികളെല്ലാം. അത് അങ്ങനെ ആയാൽ ഇവിടെ അടുത്ത് താമസിക്കുന്ന ജനങ്ങൾക്കും തൊട്ടപ്പുറത്ത് ഒരു കുടിവെള്ള കിണറുണ്ട് പഞ്ചായത്തിൻ്റെ, അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ജനങ്ങൾക്ക് വളരെ ദോഷകരമായ രീതിയിൽ വീട്ടിനകത്ത് വെള്ളം കയറുന്ന സ്ഥിതി അടക്കം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള മാത്രമല്ല, ഇത് വരുത്തി വയ്ക്കുന്ന വിന കൂടിയാണ്. ഈ അവസരത്തിൽ ഇതിനെതിരെ ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഞങ്ങളിവിടെ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വെള്ളം ഇതെവിടെ ഇങ്ങനെ അടുക്കളത്തെ ഭാഗത്താണ് വെള്ളം കയറിയിട്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എൻ്റെ വീട് വീണിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ട് തരണം എനിക്ക്. അതിനുള്ള വഴിയാണ് അവിടെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കും. ഇത്ര കാലം വരെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് ഞങ്ങളുടെ ബിൽഡിങ് വന്നിട്ടൊരു 10-16 കൊല്ലമായി. ഇതുവരെ ഇങ്ങോട്ടൊരു പൊട്ട് വെള്ളം വന്നിട്ടില്ല. കറക്റ്റായിട്ട് റോഡിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു കൾവെർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണ് മാഫിയ വന്ന് അത് മുഴുവൻ നികത്തി കൾവെർട്ട് മൊത്തമായി അടച്ചതുകൊണ്ട് ഞങ്ങളുടെ കടകളിലേക്ക് വെള്ളം കയറി 3-4 ദിവസമായി കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ മഴയത്തും വെള്ളം കയറും. അത് കഴിയുമ്പോൾ ക്ലിയർ ചെയ്യുമ്പോൾ വീണ്ടും വരികയാണ്. ഇപ്പോൾ അത് തീരെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് 2 ദിവസമായി പെയ്ത മഴയിൽ. UTV ന്യൂസ്, പാലക്കാട്.